ഹരി ഓം. എല്ലാവർക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ത്രി നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് 228-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 30-ാമത്തെ അധ്യായമാണ് ആരംഭിക്കുന്നത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ ടി വി വിശ്വനാഥൻ നമ്പൂരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് ആചാര്യനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഭവതു പഹനവും പുനഃതു പഹവീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രജരുണ്ടമവേദമവേദകൃത്യം ദ്വൈവായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാതരവോ വിനേദുസ്തം ഹൃദയം. മാനനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ മുമ്പ് സൂചിപ്പിച്ച പോലെ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 30-ാം അധ്യായം ഇന്ന് ആരംഭിക്കുന്നു. സ്കന്ധം 3 അധ്യായം 30. കപില ഉവാചാം തഫ്യേതഫ്യജനോ നൂനം നായം വേദോരു വിക്രമം കാല്യമാനോപി ബലിനാം വായോരിവഘനാവലീം. തഫ്യാം ഏതഫ്യാം ജനോ നൂനം നായം വേദ ഒരു വിക്രം. തഫ്യ ഏതഫ്യ ഏതഫ്യ തഫ്യ ഈ കാലത്തിന്റെ, തഫ്യ എന്ന് വെച്ചാൽ അതിൻ്റെ, ഏതഫ്യ തഫ്യ ഈ കാലത്തിന്റെ ഒരു വിക്രമം അതിഭയങ്കരമായ പരാക്രമത്തെ അയം ജനോ ന വേദ നൂനം ഈ ഉള്ള ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് തീർച്ചയാണ്. കാലത്തിന്റെ വിക്രമം, പരാക്രമം ഒരു മനുഷ്യരും ശരിക്കറിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഏതഫ്യ തഫ്യ ഒരു വിക്രമം അയം ജനഃ നവേദ. എന്തുകൊണ്ടാണ്? കാല്യമാനോപി ആ കാലത്താലാണ് ചലിക്കപ്പെടുന്നതെങ്കിലും അറിയുന്നില്ല. ഓരോ നിമിഷവും നമുക്ക് പോകുന്നത് ഈ കാലത്തിന്റെ ചലനം കൊണ്ടാണ്. പക്ഷെ അങ്ങനെയാണ് എന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. രാവിലെ സൂര്യോദയം മുതൽ അസ്തമയം വരെയും അസ്തമയം മുതൽ അടുത്ത ഉദയം വരെയും ഇങ്ങനെ മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ നീങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് പൊക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ നമ്മളിപ്പോ ഇത്ര എളുപ്പത്തിൽ 2 ദിവസം പോയോ എന്നറിയുന്ന എപ്പോഴായിരിക്കും. കാലത്തിന്റെ ഈ പരാക്രമത്തെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ഓരോ നിമിഷവും ചലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ കാലമാണ് എങ്കിലും നമ്മളത് അറിയാറില്ല. കാല്യമാനോപി നമ്മെക്കൊണ്ട് ചലിപ്പിക്കപ്പെടുന്നെങ്കിലും ബലമായിരിക്കുന്ന ഈ കാലത്തിന്റെ പരാക്രമം കൊണ്ട് വായോഹു ഘനാവലീവ വായുവിനാൽ മേഘം എന്ന പോലെ വായുവാണ് മേഘത്തെ ചലിപ്പിച്ചു കൊണ്ടുപോകുന്നത്. വായു ഇല്ലെങ്കിൽ മേഘം നിശ്ചലമായി നിൽക്കുകയുള്ളൂ. അങ്ങുമിങ്ങും ചലിപ്പിക്കുന്ന വായുവിന്റെ ശക്തി മേഘം അറിയാറില്ല. മേഘത്തിന് വായുവിന്റെ ശക്തി അറിയാം എന്നില്ല. പക്ഷേ ഈ വായുവിന്റെ ശക്തി കൊണ്ടാണ് ഈ മേഘം അങ്ങുമിങ്ങും കിടക്കുന്നതൊക്കെ ഒന്നിച്ചു കൂട്ടി മഴ പെയ്യിക്കുന്നത് എന്ന് ഈ മേഘം വാസ്തവത്തിൽ ശരിക്കും അറിയുന്നുമില്ല. അതുപോലെയാണ് വിവേകശൂന്യമായ ജനങ്ങൾ ഈ കാലത്തിന്റെ എണ്ണലിനെ, കഴിച്ചുകൂടലിനെ അറിയാതെ പോകുന്നത് വിഷയാസക്തരായതുകൊണ്ടാണ്. ഓരോ വിഷയങ്ങളിൽ ആസക്തരായി പോകുമ്പോൾ കാലം പോകുന്ന അറിയത്തില്ല.
ഒന്നും ചെയ്യുന്നില്ലെങ്കിലും വെറുതെ ഇരുന്ന് ചിന്തിക്കും. ചിന്തിച്ച് ചിന്തിച്ച് മണിക്കൂറുകൾ പോകും. കാലം പോകുന്നത് എന്തായാലും ഭൗതിക ലോക ജീവിതത്തിൽ അകപ്പെടുന്ന മനുഷ്യർ വായുവിനാൽ ചലിക്കപ്പെടുന്ന മേഘത്തെ പോലെ ശരിക്കും അതിനെ തിരിച്ചറിയുന്നില്ല എന്നൊരു വാസ്തവമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. കാലത്തിന്റെ മഹത്തായ ഈ ഒരു വൈഭവം നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. തഫ്യൈതഫ്യജനോ നൂനം നായം വേദോരു വിക്രമം കാല്യമാനോപി ബലിന വായോരിവഘനാവലിം. ബലിന കാലേന കാല്യമാനഃ അപി അയം ജനഃ ഘനാവലിഃ വായോഃ യുവ ഏതഫ്യതഫ്യ ഉരുവിക്രമം ന വേദ നൂനം. തഫ്യൈതഫ്യജനോ നൂനം നായം വേദോരു വിക്രമം കാല്യമാനോപി ബലിന വായോരിവഘനാവലിം. തഫ്യൈതഫ്യജനോ നൂനം നായം വേദോരു വിക്രമം കാല്യമാനോപി ബലിന വായോരിവഘനാവലിം. യം യമർത്ഥമുപാദത്തെ ദുഃഖേന ദുഃഖേന സുഖഹേതവേ തം തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ. യം യം അർത്ഥം ഉപാദത്തെ, യാതൊരു അർത്ഥത്തെ സ്വീകരിക്കുന്നുവോ. അർത്ഥം എന്ന് പറയുന്നത് ഉപകരണങ്ങൾ, സാധനങ്ങളാണ്. ഭൗതിക ജീവിതത്തിന് വേണ്ടുന്ന ഏതേത് സാധനങ്ങൾ മനുഷ്യൻ ഉപാദത്തെ സ്വീകരിക്കുന്നുവോ ദുഃഖേന സുഖഹേതവേ. എന്തിനാണത് സ്വീകരിക്കുന്നത്? സുഖഹേതവേ, സുഖത്തിന്റെ കാരണത്തിന് വേണ്ടിയാണ്. സുഖം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഭൗതികമായ സമസ്ത പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കില് തം തം ധുനോതി, അതൊക്കെ കിട്ടുന്നുണ്ടാവും. ഭഗവാൻ പുമാൻ ശോചതി യത് കൃതേ, അതാതിനെ തന്നെ ഭഗവാൻ ധുനോതി നശിപ്പിച്ചു കളയും. ഏതേത് സുഖത്തിനു വേണ്ടിയാണോ ദുഃഖേന യം യം അർത്ഥം ഉപാദത്തെ, അത്ര കഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിച്ച് വേദന അനുഭവിച്ച് മാത്രമേ ഭൗതികങ്ങളായ സുഖഭോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്കതിനെ അറിയാം, കഷ്ടപ്പെടുന്ന അതിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ വേണ്ടതും വേണ്ടാത്തതുമായ 1000 കൂട്ടം വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക, കടമെടുക്കുക, ലോൺ എടുക്കുക, കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുക, ദുഃഖിക്കുക അതിനുവേണ്ടി. അത് കിട്ടുന്നിടം വരെ ദുഃഖമാണ്, കിട്ടിക്കഴിഞ്ഞാൽ അത് സുഖമാണെന്നാണ് വിചാരം. അത് പിന്നെയും ദുഃഖമാകും. കുറച്ച് അനുഭവിച്ചു കഴിയുമ്പോൾ ഈ വസ്തു നശിക്കുക തന്നെ ചെയ്യും. കാലം അതിനെ നശിപ്പിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. സുഖസാധനങ്ങളോട് കൂടി ഏതേത് വസ്തുക്കൾ നമ്മൾ സ്വീകരിക്കുന്നുവോ, ധനം, ഭാര്യ, പുത്രന്മാർ എന്നിങ്ങനെ 3 എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത്. എന്തിനാണ് ധനം ഉണ്ടാക്കുന്നത്? സുഖമായി ജീവിക്കാൻ. കഷ്ടപ്പെട്ട് ധനം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം സുഖമായി ജീവിക്കുന്നു എന്ന് വിചാരിക്കാം, കുറച്ചുനാൾ സുഖം അനുഭവിക്കാം. പക്ഷെ കാലം എന്ത് ചെയ്യും? ആ ധനത്തെ മുഴുവൻ നശിപ്പിച്ചോളെ. നമ്മൾ അറിയാതെ ചെലവാകും. ഏതെങ്കിലും തരത്തിൽ ഈ കാശ് മുഴുവൻ ചെലവാകും. തം തം ധുനോതി ഭഗവാൻ. അതേപോലെയാണ് സുന്ദരിയായ ഭാര്യയെ കെട്ടാൻ വേണ്ടി എന്ത് കഷ്ടപ്പെടുന്നു. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖം. ആ ദുഃഖത്തിന്റെ പരിണതഫലമായി ജീവിതം മുഴുവൻ അതിനുവേണ്ടി ക്ലേശിച്ച് ഓടി നടന്ന് ഈ ഭാര്യ എന്ന് നിലനിൽക്കുമോ? ഇല്ല. കാലം ഇതിനെയൊക്കെ എന്ത് ചെയ്യും? സ്വീകരിച്ചും വലിച്ചെടുക്കും. പുത്രന്മാർ എങ്ങനെയാണ്? അപ്പൊ ഇതൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അതിക്ലേശം മനുഷ്യൻ അനുഭവിക്കുന്നത്. പക്ഷേ ഇതിനെയൊക്കെ കാലസ്വരൂപനായ ഭഗവാൻ
അപ്പൊ എന്ത് ചെയ്യും? നശിപ്പിച്ച് കൈത്തരും. പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി അലഞ്ഞാണ്. കാലമാണ് ഇതിനൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയുന്നില്ല. കാലത്തിന്റെ കളിയാണ്. കാലസ്വരൂപനായ ഈശ്വരന്റെ വിലാസങ്ങളാണ്. അതുകൊണ്ട് യാതൊന്ന് സമ്പാദിക്കാൻ വേണ്ടി, സുഖമുണ്ടാക്കാൻ വേണ്ടി ദുഃഖിച്ച് കഷ്ടപ്പെട്ട് മനുഷ്യൻ പ്രയത്നിക്കുന്നുവോ, ഭഗവാൻ അതാത് നശിപ്പിക്കുന്നത് മാത്രമല്ല, ശോചതേ യത്കൃതേ, അതിനുവേണ്ടി പിന്നെ ദുഃഖിച്ചുകൊണ്ടിരിക്കും. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പിന്നെ ദുഃഖിക്കാം. ലക്ഷക്കണക്കിന് കാശുണ്ടാക്കി വെച്ചു സുഖമായി ജീവിക്കാൻ. എന്ത് കഷ്ടപ്പാട് സഹിച്ചത് ഉണ്ടാക്കി വെച്ചത്? അത് മുഴുവനും എന്ത് ചെയ്തു? ബാങ്ക് കൊള്ളയെടുത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ ദുഃഖമാണ്. ഈ ഉണ്ടാക്കി വെച്ച് ഏതിനെക്കുറിച്ച് പിന്നെ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. ഇത് മനുഷ്യന്റെ സ്വഭാവമല്ല, കാലത്തിന്റെ സ്വഭാവമാണ്. മനുഷ്യൻ തിരിച്ചറിയണം. ഇതാണ് കപിലൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അമ്മയ്ക്കല്ല, നമുക്ക് വേണ്ടിയിട്ട്. ലോകത്തിൽ സുഖത്തിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയാണ്, കാലം അതിനെയൊക്കെ തട്ടി ഉടച്ച് നശിപ്പിക്കും. അപ്പൊ നിങ്ങൾ വീണ്ടും ദുഃഖിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാലം അതിനെ നശിപ്പിക്കും. അത് കഴിയുമ്പോൾ പിന്നെയും ദുഃഖിക്കും, പിന്നെയും ഉണ്ടാക്കാൻ ശ്രമിക്കും. കാലം അതിനെ നശിപ്പിക്കും, പിന്നെയും ദുഃഖിക്കും. ഇതല്ലേ വാസ്തവത്തിൽ ഇന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാത്തരം സുഖഭോഗങ്ങളിലെയും ആത്യന്തിക സത്യം എന്ന് ബോധ്യപ്പെടുത്താം. യം യമർത്ഥമുപാദത്തെ ദുഃഖേന സുഖഹേതവേ തം തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ. പുമാൻ സുഖഹേതവേ ദുഃഖേന യം യം അർത്ഥം ഉപാദത്തെ ഭഗവാൻ തം തം ധുനോതി യത്കൃതേ പുമാൻ ശോചതി. യം യമർത്ഥമുപാദത്തെ ദുഃഖേന സുഖഹേതവേ തം തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ. യം യമർത്ഥമുപാദത്തെ ദുഃഖേന സുഖഹേതവേ തം തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ. യദത്രോഫ്യദേഹസ്യാം സ്വാനുബന്ധസ്യ ദുർമതി ധ്രുവാണി മന്യതേ മോഹാൻ ഗൃഹക്ഷേത്രവസൂനിജാം. യത് അധ്രുവസ്യ ദേഹസ്യ, അധ്രുവമായ, എന്നും നിലനിൽക്കാത്ത, ശാശ്വതമല്ലാത്ത, അധ്രുവസ്യ ദേഹസ്യ, ഈ ദേഹം ദഹിക്കാനുള്ളതാണ്. ഈ ശരീരം ക്ഷീരത്താകുന്നതാണ്, പൊടിഞ്ഞു പോകാനുള്ളതാണ്. നോക്കുള്ളൂ, ഈ ശരീരത്തെ കാണിക്കുന്ന ഏത് വാക്കെടുത്താലും ഇത് നഷ്ടപ്പെടുന്നതാണ്, നശിക്കുന്നതാണ്, ഇല്ലാതെ പോകുന്നതാണ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ദേഹം അധ്രുവസ്യ ദേഹസ്യ സ്വാനുബന്ധസ്യ, അനുബന്ധത്തോടു കൂടിയതാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, മറ്റൊന്ന്. ഈ ശരീരം ഉപേക്ഷിച്ചാൽ മറ്റൊരു ശരീരം കിട്ടുകയായി, അത് കഴിഞ്ഞാൽ വേറൊരു ശരീരം കിട്ടുകയായി. സ്വാനുബന്ധസ്യ അധ്രുവസ്യ ദേഹസ്യ ദുർമതി, വിവേകമില്ലാത്തവൻ, ദുഷ്ടമതിയായവൻ. ധ്രുവാണി മന്യതേ, ധ്രുവമാണെന്ന് വിചാരിക്കുന്നു, നിശ്ചിതമാണെന്ന് വിചാരിക്കുന്നു. ധ്രുവാണി മന്യതേ, ഈ അധ്രുവമായി കാണപ്പെടുന്ന സാനുബന്ധമായ ശരീരം എന്നും നിലനിൽക്കും എന്നാണ് നമ്മുടെ വിചാരം. നിലനിൽക്കില്ല എന്നറിയാമെങ്കിൽ പോലും നിലനിർത്താൻ വേണ്ടിയാണ് നമ്മുടെ ശ്രമം മുഴുവൻ. അതിനുവേണ്ടി എന്തുമാത്രം മരുന്നിനാണ് കാശ് കളയുക? മനുഷ്യജീവിതത്തിൽ സമ്പാദിക്കുന്ന കാശിന്റെ നേർപകുതി ഈ മരുന്നുകൾക്കാണ്. ഇതിനു വേണ്ടിയാണ് ശരീരം നിലനിർത്താൻ. ആയുസ് നശിക്കുന്നവരെ ഈ ശരീരം നന്നായി നിലനിൽക്കണം, കേടുപാടുകളൊന്നും ഉണ്ടാവാതെ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ അതനുസരിച്ച് വീണ്ടും വീണ്ടും ഈ ശരീരം കേടായിക്കൊണ്ടേയിരിക്കും. പിന്നെയും പിന്നെയും മരുന്നുമായിക്കൊണ്ട്, പിന്നെയും പിന്നെയും കേടായിക്കൊണ്ട്. അധ്രുവസ്യ ദേഹസ്യ ധ്രുവാണി മന്യതേ, അത് ധ്രുവമാണ്, ശാശ്വതമാണ് എന്ന് വിചാരിച്ചിട്ട് അതിനോടുള്ള മോഹം കൊണ്ട്
ഗൃഹ, ക്ഷേത്ര, വസൂനി, ഈ മൂന്നും. വീട്, ശരീരം, ധനം. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ പ്രയത്നിക്കുന്നത് മുഴുവൻ. ഇവയൊക്കെ നഷ്ടപ്പെട്ടാൽ ക്ലേശമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എന്തുമാത്രം ക്ലേശം സഹിക്കണം? എന്തുകൊണ്ടാണിത്? ഈ ജന്മത്തിലാവണമെന്നില്ല, ജന്മാന്തരകൃതമായി ഉണ്ടായിരിക്കുന്ന ഓരോരോ വിഷയവാസന കൊണ്ട് നിത്യവും അനിത്യവുമായ വസ്തുക്കളെ തിരിച്ചറിയാനാവുക. നിത്യ അനിത്യ വസ്തു വിവേകം എന്ന് വേദാന്തം പറയും. ഇത് നിത്യമാണ്, ഇത് അനിത്യമാണെന്ന് തിരിച്ചറിവില്ല. ഇത് ശാശ്വതമാണ്, ഇത് ശാശ്വതമല്ല എന്ന് തിരിച്ചറിയില്ല. എല്ലാം നമുക്ക് ഒരുപോലെയാണ്. അങ്ങനെ ഇല്ലാത്തതായ ഒരു പുരുഷൻ അല്പകാലത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഭാര്യ, പുത്രന്മാർ, ബന്ധുക്കൾ, ധനം, വീട്, കൃഷിസ്ഥലം, സമ്പത്ത്, ധനങ്ങൾ എന്നീ പദാർത്ഥങ്ങൾക്ക് വേണ്ടി മോഹിച്ചിട്ട് അതൊക്കെ ശാശ്വതമാണെന്ന് തൽക്കാലമെങ്കിലും വിചാരിച്ച് അതിന്റെ നാശത്തിൽ ക്ലേശം. ഇതൊന്നും നിലനിൽക്കില്ലെന്നൊക്കെ അറിയാമെങ്കിൽ പോലും തൽക്കാലം ഇതുണ്ടാകും, എനിക്ക് കുറച്ചു നാളത്തേക്ക് നിലനിൽക്കാൻ ഇത് ആവശ്യമാണ്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിൽക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടും. പക്ഷെ നഷ്ടപ്പെട്ട ദുഃഖമാകും. തൽക്കാലത്തേക്ക് വേണ്ടി ഉള്ളതാണെന്ന് ബോധ്യമാണെങ്കിൽ പിന്നെ ദുഃഖിക്കണ്ടല്ലോ. പക്ഷേ ദുഃഖിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നിലനിൽക്കുന്നു. ശരീരം നഷ്ടപ്പെട്ടാൽ, ധനം നഷ്ടപ്പെട്ടാൽ, പുത്രന്മാർ നഷ്ടപ്പെട്ടാൽ, ഭാര്യയോ ഭർത്താവോ നഷ്ടപ്പെട്ടാൽ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ, ബന്ധുക്കൾ നഷ്ടപ്പെട്ടാൽ, ഏതിലാണ്? ഇതൊന്നും ശാശ്വതമല്ലെന്നറിയാം. കഷ്ടപ്പെട്ട് ദുഃഖിച്ച് കാശ് മുടക്കി ഇതൊക്കെ സമ്പാദിച്ചു വെച്ചതാണ്. ഇതൊക്കെ ഒന്നും ശാശ്വതമല്ലെന്നറിയാമെങ്കിൽ ഇന്ന് നശിച്ചാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ശാശ്വതമാണ് എന്നുള്ള ബോധത്തോടെയാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? വീണ്ടും വീണ്ടും മനുഷ്യൻ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നത്. യഥാ ധ്രുവഫ്യുദയഹഫ്യാനുബന്ധഫ്യ ദുർമതി ധ്രുവാണി മന്യതേ മോഹാത് ക്ഷേത്രവസൂനിചാം. ദുർമതി അധ്രുവഫ്യാം ഫാനുബന്ധഫ്യ ദേഹഫ്യാം ഗൃഹക്ഷേത്രവസൂനിച മോഹാത് ധ്രുവാണി മന്യതേ. യഥധ്രുവഫ്യുദയഹഫ്യാനുബന്ധഫ്യ ദുർമതി ധ്രുവാണി മന്യതേ മോഹാത് ഗൃഹക്ഷേത്രവസൂനിചാം. യഥധ്രുവഫ്യുദയഹഫ്യാനുബന്ധഫ്യ ദുർമതി ധ്രുവാണി മന്യതേ മോഹാത് ഗൃഹക്ഷേത്രവസൂനിചാം. ജന്തുർവൈ ഭവ ഏതസ്മിൻ യാം യാം യോനിമനുപ്രജേത് തഫ്യാം തഫ്യം സ ലഭതേ നിർവൃതിം ന വിരജ്യതേ. ജന്തുഹു വൈ, ജന്തുക്കൾ തീർച്ചയായിട്ടും, വൈ ഭവ ഏതസ്മിൻ, ഏതസ്മിൻ ഭവേ, ഈ സംസാരത്തിൽ ഭവ എന്നുള്ളത് ഭവേന്ന് സപ്തമി വേണം. ഏതസ്മിൻ സപ്തമിയാണ് കൊണ്ട് അങ്ങനെ വരും. പക്ഷെ അവിടെ ഏകാരം ലോപിച്ചു പോയതാണ്. വായിക്കുമ്പം ഭവ ഏതസ്മിൻ വായിച്ചാൽ മതി. പക്ഷെ അർത്ഥം അറിയുമ്പോൾ ഭവേ ഏതസ്മിൻ അർത്ഥം അറിയണം. ഈ സംസാരത്തിൽ യാം യാം യോനിം അനുവ്രജേത്, ഏതേത് യോനിയെ പ്രാപിക്കുമോ, തഫ്യാം തഫ്യാം അതിൽ ഫലഭത്തെ അവൻ ലഭിക്കുന്നു, നിർവൃതി നിർവൃതിയെ സുഖത്തെ ലഭിക്കുന്നു, എന്ന വിരജ്യത പക്ഷെ വിരക്തി ഉണ്ടാകുന്നില്ല. എത്ര യോനികളിലായിരിക്കും ജനിക്കേണ്ടി വരുന്നത്? ഉറുമ്പ്, ഈച്ച, കൃമികീടങ്ങൾ, പക്ഷികൾ, പശുക്കൾ, മനുഷ്യർ, അങ്ങനെ ആ അനേകായിരം യോനികളിൽ മാറി 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 ജനിക്കുന്ന മനുഷ്യൻ അതിൽ സുഖം അനുഭവം. അത് സുഖകരമാണ് എന്ന് വിചാരിച്ച് ആ ശരീരം പോഷിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആർക്കും അവരവരുടെ ശരീരം വലുതാണ്. ഒരു കൊതുകിന് പോലും ആ കൊതുകിന്റെ ശരീരം വലുതാണ്, ശ്രേഷ്ഠമാണ്. നമ്മളെ സംബന്ധിച്ച് ഒന്ന് തല്ലുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് അത് ശ്രേഷ്ഠമാണ്. എന്താണ്? ചെളിക്കുണ്ടിൽ കിടന്ന് ഞൊവച്ചു മുളച്ചു വരുന്ന പുഴുക്കൾ നമുക്ക് കണ്ടാൽ എന്താണ് ബീഭത്സം നിൽക്കും. പക്ഷെ അതിന്റെ ശരീരം ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്. ഇങ്ങനെ ഏതേത് യോനികളിൽ ഒക്കെയാണോ ജന്തുക്കൾ ജനിക്കുന്നത് അതിൽ നിർവൃതി ലഭതേ, അതിൽ നിർവൃതി ലഭിക്കുന്നുണ്ട്. പക്ഷെ വിരജ്യതേ, വിരക്തി ഉണ്ടാവില്ല. സുഖം അനുഭവിക്കും,
സുഖം അനുഭവിച്ചാൽ വിരക്തി ഉണ്ടാകണം. എന്താണ്? ഞാൻ ഇതിൽ നിന്നും സുഖം കിട്ടി, ഇനി ഇതെനിക്ക് മതി, വേണ്ട. എന്തിൽ നിന്ന് സുഖാനുഭവങ്ങൾ ഉണ്ടായോ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. ധനത്തിൽ നിന്നാണെങ്കിലും, പുത്രന്മാരിൽ നിന്നാണെങ്കിൽ, ഭാര്യയിൽ നിന്നാണെങ്കിൽ, ഭർത്താവിൽ നിന്നാണെങ്കിൽ, ബന്ധുക്കളിൽ നിന്നാണെങ്കിൽ, വീട്ടിൽ നിന്നാണെങ്കിൽ, ഏതൊക്കെയാണോ എനിക്ക് സുഖം തന്നത് ആ സുഖം അനുഭവിച്ചിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റണം? ഉപേക്ഷിക്കാൻ പറ്റണം, അതിനെ വിട്ടുകളയണം. പക്ഷെ ഇത് കളയില്ല. വീണ്ടും വീണ്ടും അതിൽ തന്നെ മുങ്ങി ഒഴുകി ജീവിതം വ്യർത്ഥമായി കഴിച്ചു വിടും. മനുഷ്യ ജീവിതത്തിന്റെ ഒരു സത്യം ഇപ്പോഴാണ് കപിലൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുക. അമ്മയ്ക്കല്ല, നമുക്കാണിത്. ജന്തുർവൈ ഭവേദസ്മിൻ യാം യാം യോനി മനോപ്രജേത് തഫ്യം തഫ്യം ഫലഭതേ നിർവൃതിം ന വിരജ്യതേ. ജന്തുഹു ഏതസ്മിൻ ഭവേ യാം യാം യോനിം അനുപ്രജേത് തഫ്യാം തഫ്യാം ഫ നിർവൃതിം ലഭത്തെ ന വിരജ്യതേ. ജന്തുർവൈ ഭവേദസ്മിൻ യാം യാം യോനിം അനുപ്രജേത് തഫ്യം തഫ്യം ഫലഭതേ നിർവൃതിം ന വിരജ്യതേ. ജന്തുർവൈ ഭവേദസ്മിൻ യാം യാം യോനിം അനുപ്രജേത് തഫ്യം തഫ്യം ഫലഭതേ നിർവൃതിം ന വിരജ്യതേ. നരകസ്ഥോ വിദേഹം വൈ ന പുമാം ത്യക്തുമിച്ഛതി നാരക്യം നിർവൃതോ സത്യം ദേവമായാ വിമോഹിതം. നരകസ്ഥ അഭി, നരകത്തിലിരിക്കുന്നവനാണെങ്കിലും ദേഹം വൈ, ദേഹത്തെ ന പുമാൻ ത്യക്തു ഇച്ഛതി, ത്യജിക്കാൻ ആ പുരുഷൻ ആഗ്രഹിക്കുന്നില്ല. നരകത്തിലാണെങ്കിൽ പോലും ആ ശരീരത്തെ ത്യജിക്കാൻ ഒരു ജന്തുവും ആഗ്രഹിക്കുന്നില്ല. നരകസ്ഥ അഭി ദേഹം ത്യക്തും ന ഇച്ഛതി പുമാൻ, മനുഷ്യൻ. നാരക്യാം നിർവൃതൗ സത്യം, നരകത്തിൽ കിട്ടുന്ന അനുഭവങ്ങൾ കൊണ്ട് നിർവൃതൗ സത്യം, സുഖം ഉള്ളതുകൊണ്ട് ദേവമായ വിമോഹിത, ദേവമായിൽ മോഹിതരായിട്ട് ന ഇച്ഛതി, തെക്തും ന ഇച്ഛതി, അതിനെ ത്യജിക്കാൻ ആഗ്രഹിക്കും. എത്ര കഷ്ടത അനുഭവിച്ചാലും ശരീരം ത്യജിക്കാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും അതിലേക്ക് ആസക്തി കൂടി അള്ളിപ്പിടിക്കുകയാണ്. നരകയാതന അനുഭവിക്കുന്ന ഒരാൾ പോലും ശരീരം ത്യജിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്ക് വേദന അനുഭവിച്ചാലും വിരക്തി ഉണ്ടാവില്ല. നരകത്തിൽ വസിക്കുന്ന ഒരു പ്രാണികളാണെങ്കിൽ പോലും സുഖമുണ്ടെന്ന് അഭിമാനം കൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതാണ് ഈശ്വരമായ ജീവവർഗങ്ങളെ മോഹിപ്പിക്കുന്നു എന്ന് പറയാൻ കാരണം. ഈ മായയുടെ മോഹത്തിൽ അകപ്പെട്ടത് കൊണ്ടാണ് ഉപേക്ഷിക്കാൻ പറ്റാത്തത്. അതിൽ ആസക്തരായി കഴിഞ്ഞുകൂടിയുള്ളൂ, അത് ഉപേക്ഷിക്കില്ല. ഒരു ജീവിയും അങ്ങനെയാണ്. തങ്ങളുടെ ശരീരം എത്ര നികൃഷ്ടമാണെങ്കിലും കാണാൻ കൊള്ളാത്തതാണെങ്കിലും ആ ശരീരത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സുഖാനുഭവങ്ങളെ അനുഭവിച്ചുകൊണ്ട്, ഒരു പുഴു ചാണകത്തിൻ്റെ അകത്ത് ചെളിക്കകത്ത് കിടന്ന് എന്താണ് വീണ്ടും വീണ്ടും പൊളഞ്ഞു 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 പൊങ്ങിയും താണും പോകുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കഷ്ടമാണ്. പക്ഷേ ഇത് അതിനെ സംബന്ധിച്ച് സുഖമാണ്. ആ സുഖത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അനന്തവിശാലമായ ആകാശത്തിൽ കൂടി പറന്നു കളിക്കുന്ന എത്രയെത്രയോ പറവകൾ, ഈച്ചകൾ, പ്രാണിവർഗങ്ങൾ വരുന്നും ചിലപ്പം നിമിഷങ്ങൾക്കകം പോയേക്കും. എന്നാലും തങ്ങളുടെ ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ശരീരമാണ് വലുത് എന്ന് ദേഹികൾ ധരിച്ചു വശായിട്ടുണ്ട്. നരകസ്ഥോ വിദേഹം വൈ നപുമാം ത്യക്തുമിച്ഛതി നാരക്യം നിർവൃതോ സത്യം ദേവമായ വിമോഹിതാം. നരകസ്ഥ അഭി പുമാൻ നാരക്യം നിർവൃതോ സത്യം ദേഹം ത്യക്തും ദേവമായ വിമോഹിത ന ഇച്ഛതി. നരകസ്ഥോ വിദേഹം വൈ നപുമാം ത്യക്തുമിച്ഛതി നാരക്യം നിർവൃതോ സത്യം ദേവമായ വിമോഹിത.
നരകസ്ഥോപി ദേഹം വൈ നവമാം ത്യക്തുമിക്ഷതി നാരക്യം നൃപതോ സത്യം ദേവമായ വിമോഹിതാം ആത്മജായാ സുതാകാര പശുദ്രവിടബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. ആത്മജായ സുത അകാര പശു ദ്രവിണ ബന്ധുഷു. ആത്മാവ് തൻ്റെ ശരീരം, ജായ പത്നി, സുതന്മാർ പുത്രന്മാർ, അകാരം വീട്, പശുക്കൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ വളർത്തുന്ന എല്ലാത്തരം മൃഗജാലങ്ങളെയും വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാം, ദ്രവിണം ധനം, ബന്ധുഷു ബന്ധുക്കളെ. ഇത്രയും പേര് ആത്മ ജായ സുത അകാര പശു ദ്രവിണ ബന്ധുഷു. നിരൂഢമൂല ഹൃദയ. ഹൃദയം നിരൂഢമൂലമായതുകൊണ്ട്, വേരുറച്ചു പോയത് കൊണ്ട് അവനവന്റെ ശരീരത്തിൽ വേരുറച്ചു പോയിരിക്കുകയാണ്, എടുത്തു മാറ്റാൻ പറ്റില്ല. പത്നിയിൽ അങ്ങനെയാണ്, പുത്രന്മാരിൽ അങ്ങനെയാണ്, വീട് അങ്ങനെയാണ്, പശുക്കൾ അങ്ങനെയാണ്, ധനം അങ്ങനെയാണ്, ബന്ധുക്കൾ അങ്ങനെയാണ്. കാരണം എന്താണ്? അതിൽ ഒക്കെ ഉറച്ചു പോയിരിക്കുകയാണ്. പല വിഷയങ്ങളിലും ഉറച്ചിരിക്കുന്ന മനോരഥത്തോടു കൂടിയവരാണ് മനുഷ്യർ. ആത്മാനം ബഹുമന്യത. തൻ്റെ സുഖത്തിനു വേണ്ടതൊക്കെ തൻ്റെ സ്വാധീനത്തിൽ വരും എന്നുള്ള ഒരു ഭാവം കൊണ്ട് തൻ്റെ ജന്മത്തെക്കുറിച്ച് ബഹുമാനമാണ്. ഭാഗ്യം കൊണ്ട് എനിക്കൊരു കുറവുമില്ല എന്ന് എപ്പോഴും നമ്മൾ അഭിമാനിക്കും. ആര് ചോദിക്കുമ്പോഴും നമ്മൾ പറയും കുഴപ്പമില്ല. കാരണം എന്താണ്? ഈ ശരീരത്തിൽ അഭിമാനം, ജായയിൽ അഭിമാനം, സുതന്മാരിൽ അഭിമാനം, വീട്ടിൽ അഭിമാനം, പശുക്കൾ, ദ്രവണങ്ങൾ, ബന്ധുക്കൾ ഒക്കെ എന്താണ്? അതൊക്കെ തൻ്റെ സ്വാധീനത്തിലാണ്, തൻ്റെ സുഖത്തിന് വേണ്ടതാണ് ഇതെല്ലാം എന്നുള്ള ഭാവം കൊണ്ട് തൻ്റെ ജന്മത്തെക്കുറിച്ച് സ്വയം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ബഹുമന്യതേ. ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു ലാഭമാണ്. എൻ്റെ ഈ ശരീരം എന്തൊരു ഭാഗ്യമാണ്, ലാഭമാണ്. എൻ്റെ പത്നി എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ലാഭമാണ്. എൻ്റെ പുത്രന്മാർ ലാഭമാണ്, വീട് ലാഭമാണ്, പശുക്കൾ, ദ്രവിണം, ബന്ധുക്കൾ, ഇതെല്ലാം എനിക്ക് കിട്ടിയ സുഖഭോഗങ്ങളാണ്, എനിക്ക് ഒരു ലാഭമാണ് എന്നിങ്ങനെ അവരവരുടെ ഭാഗ്യത്തിൽ അഭിമാനിക്കുന്നവരാണ് മനുഷ്യരൊക്കെ. ആത്മജായ സുതാകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. ആത്മാ ജായ സുത അകാര പശു ബന്ധു ദ്രവിണ ബന്ധുഷു മൂലഹൃദയ നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. ആത്മജായ സുതാകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. ആത്മജായ സുതാകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. സന്ദഹ്യമാന സർവംഗ യേഷാം ഉദ്വഹനാധിനാം കരോത്യവിരതം മൂഢോ ദുരിതാനി ദുരാശയം. സന്ദഹ്യമാന സർവംഗ. എല്ലാ അംഗങ്ങളും ദഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ദഹ്യമാന സർവംഗ യേഷാം ഉദ്വഹന ആധിന. ഇതിനെ ഉദ്വഹിക്കാനുള്ള, കൊണ്ടു നടക്കാനുള്ള, ഇതിനെ ഭരിക്കാനുള്ള ചിന്ത കൊണ്ട് കരോതി അവിരതം, സദാ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നു. മൂഢൻ ദുരിതാനി ദുരാശയാം. ദുരിതങ്ങളും ചെയ്യുന്നു. ദുരാശയത്തോടു കൂടി എത്ര ദുരിതങ്ങളാണ് ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാണ്? ഉദ്വഹനാധിന. ഈ ശരീരവും വീടും ധനവും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ എന്തെന്ത് കാപട്യങ്ങൾ, കപടതകൾ, ദുഷ്കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ചെയ്തുകൊണ്ടായിരിക്കുക.
സ്വന്തം ദേഹത്തിൽ ഭാര്യ, ബന്ധുക്കൾ, പുത്രന്മാർ ഇവരെയൊക്കെ പരിപോഷിപ്പിക്കാനുള്ള മാർഗം കാണാത്തത് കൊണ്ട് മനോവ്യഥയാണ്. ഇവരെ എങ്ങനെ സംരക്ഷിക്കും? അതിന് വേണ്ട വസ്തുക്കളൊന്നും കയ്യിലില്ല. അതുകൊണ്ട് ദഹിക്കുകയാണ് സർവാംഗം ഓരോ ദിവസവും. ഇന്ന് ഇതിനെന്താണ് വഴി, ഇതിനെന്താണ് വഴി എന്നിങ്ങനെ ഓരോ ദിവസവും ശരീരത്തെ പുലർത്താൻ, ബന്ധുക്കളെ പുലർത്താൻ, ഭാര്യ, സന്താനങ്ങൾ, അതുപോലെ വീട്, ഇതൊക്കെ നന്നാക്കിയെടുക്കാൻ ഓരോ ദിവസവും അതിനെ ഭരിക്കാൻ, അതിനെ പരിപോഷിക്കാൻ മാർഗം കാണാത്തത് കൊണ്ട് എത്ര തരത്തിലുള്ള മനോവ്യഥ അനുഭവിച്ചുകൊണ്ട് സർവാംഗം ദഹിക്കാൻ വിഷമിക്കുകയാണ്. അങ്ങനെ കാമാതിവൃത്തി കൊണ്ട് മനസ്സ് ദുഷിക്കും. അപ്പോൾ മായാവിലാസത്തെ ഒന്നും അറിയാത്തത് കൊണ്ട് ധാരാളം ദുരിതകർമ്മങ്ങൾ ചെയ്യും, കുടുംബത്തെ പരിപോഷിപ്പിക്കും. ഒത്തിരി ദുഷ്കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. എന്തിനാണ്? ഇവരെയൊക്കെ നന്നാക്കി വളർത്തി പരിപാലിക്കാനാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് പലപ്പോഴും പറയും. പക്ഷെ ചെയ്യുന്ന പല ദുഷ്കർമ്മങ്ങളും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന പാപകർമ്മങ്ങൾ കൊണ്ട് ഇതിലുമധികം ദുഃഖാവസ്ഥയിലേക്കാണ് വീണ്ടും പോകുന്നത്. ആ വിചാരം ഉണ്ടാകാത്തത് കൊണ്ട് ആ മോഹത്തിന് അടിമയായിത്തീരുന്നു മനുഷ്യൻ. എത്ര ദുരിതങ്ങളും ദുഃഖങ്ങളും എത്ര ദുഷ്കൃതങ്ങളും ചെയ്താലും അതുകൊണ്ടൊന്നും ഇവരെ പരിപോഷിപ്പിക്കാൻ പൂർണ്ണമായും പറ്റില്ല എന്നും ആ അറിവില്ലാത്തത് കൊണ്ട് ഈ ദുഷ്കർമ്മങ്ങൾ ധാരാളം ചെയ്യും. ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ കൂടി ഫലം അനുഭവിക്കണം. ഇത് തന്നെത്താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ വേദനകൾ. അതിന് പരിഹാരം കാണാൻ വേണ്ടി ചെയ്യുന്നതോ ദുഷ്കർമ്മം. അപ്പൊ എന്താണ്? ഇതിൻ്റെ കൂടെ വേറെ ഏച്ചുകെട്ടും കൂടി വരികയാണ്. ഈ ദുഷ്കർമ്മത്തിനും കൂടി ഫലം അനുഭവിക്കണം. നോക്കൂ, ഇങ്ങനെയല്ലേ നമ്മളൊക്കെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര എത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്യും. ദുഷ്കർമ്മമാണെന്ന് ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിയത്തുമില്ല. അറിഞ്ഞാലും ഇതൊക്കെ ചെയ്തേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലെന്നായി അപ്പോഴും ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും ദുഷ്കർമ്മത്തിൻ്റെ ഫലം ഒന്ന് തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് തീയെ തൊട്ടാലും അറിയാതെ തീയെ തൊട്ടാലും കൈപൊള്ളിക്കുക തന്നെയും ദുഷ്കർമ്മത്തിൻ്റെ ഫലം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അറിയാതാണ് ദുഷ്കർമ്മം ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. രണ്ട് ചെയ്താലും കൈപൊള്ളുന്നത് അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പം ഇരട്ടിയാകുന്നർത്ഥം. നേരത്തെ ഇതൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടേ ഉണ്ടാകുന്നത്. ഇനിയും അതിനു വേണ്ടി ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലം കൂടി അനുഭവിച്ചാൽ എന്താണ്? ഇരട്ടിയായിത്തീരും. ഇങ്ങനെയാണ് ഇന്ന് മനുഷ്യൻ എന്താണ് അതിമോഹം കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് വിഷമിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുക. ആത്മജായ ഫുതാകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. ആത്മാ ജായ ഫുത അകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. ആത്മജായ ഫുതാകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. ആത്മജായ ഫുതാകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. സന്ദഹ്യമാന സർവംഗ യേഷാമുദ്വഹനാധിനാം കരോത്യഭിരതം മൂഢോ ദുരിതാനി ദുരാശയാം. സന്ദഹ്യമാന സർവംഗ യേഷാമുദ്വഹനാധിനാം കരോത്യഭിരതം മൂഢോ ദുരിതാനി മൂഢാം ദുരാശയ യേഷാം ഉദ്വഹനാധിന സന്ദഹ്യമാന സർവംഗ അവിരതം ദുരിതാനി കരോതി. സന്ദഹ്യമാന സർവംഗ യേഷാമുദ്വഹനാധിനാം കരോത്യഭിരതം മൂഢോ ദുരിതാനി ദുരാശയാം. ആക്ഷിപ്തേന്ദ്രിയ സ്ത്രീണാം അസതീനാം ച മായയാം രഹോരചിതയാലാവൈ ശിശൂനം കളഭാഷിണാം ഗൃഹേഷു ഗൂഢധർമ്മേഷു ദുഃഖതന്ത്രേഷ്വതന്ത്രിതാം കുർവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ. ആക്ഷിപ്ത ആത്മ ഇന്ദ്രിയ ആക്ഷിപ്ത ആത്മേന്ദ്രിയ സ്ത്രീണാം അസതീനാം
ആക്ഷിപ്തം ആകർഷിക്കപ്പെട്ട ആത്മ ഇന്ദ്രിയങ്ങൾ, ആത്മാവ്, മനസ്സ്, അന്ധക്കരണങ്ങളും ഇന്ദ്രിയങ്ങളും ആകർഷിക്കപ്പെട്ടവനും ആക്ഷിപ്ത ആത്മേന്ദ്രിയ സ്ത്രീണാം അസതീനാം ച മായ, മായ കൊണ്ടും അതുപോലെ എന്താണ് അസതീനാം അസതികളായിരിക്കുന്ന സ്ത്രീകളാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടും അസതീനാം പതിവ്രതകളല്ലാതെ ദുഷ്ടകളായിരിക്കുന്ന സ്ത്രീകളുടെ രഹോചിതയ ആലാപൈഹി, രഹസ്യമായ ആലാപങ്ങൾക്കു വേണ്ടി ആത്മേന്ദ്രിയങ്ങൾക്ക് വശകനായി തീർന്നിരിക്കുന്ന ഒരുവൻ ശിശൂനാം കളഭാഷിണാം, അവ്യക്തമായി സംസാരിക്കുന്ന കുട്ടികളുടെ സംഭാഷണത്തിലും ആക്ഷിപ്ത ആത്മേന്ദ്രിയനായിട്ട് അന്ധക്കരണാദികളായ സകലതും ഇന്ദ്രിയങ്ങളുമൊക്കെ അസതികളായ സ്ത്രീകളിൽ, മായയിൽ, രഹോചിതമായ ആലാപത്തിൽ, ശിശുക്കളുടെ കളഭാഷണങ്ങളിൽ ഒക്കെ വശകരായിട്ട് ആകൃഷ്ടരായിട്ട് ഗൃഹേഷു, വീടുകളിൽ, കൂടധർമ്മേഷു, കൂടെന്ന് വെച്ചാൽ കള്ളത്തരം, കാപട്യം, കൂടധർമ്മങ്ങളായ ഗൃഹങ്ങളിൽ, ദുഃഖതന്ത്രേഷു അതന്ത്രിത, ദുഃഖതന്ത്രങ്ങളിൽ, ദുഃഖപ്രധാനങ്ങളായ വീടുകളിൽ അതന്ത്രിത, ആലസ്യരഹിതനായിട്ട് ദുഃഖപ്രതീഹാരം, ദുഃഖത്തിന്റെ പരിഹാര മാർഗത്തെ കുറുവൻ ചെയ്തുകൊണ്ട് ഗൃഹീ സുഖവത്മന്യത്തെ, ഗൃഹസ്ഥൻ സുഖത്തെ പോലെ വിചാരിക്കും. അനേകം കാമാസക്തരായ ദുഷ്ടകളായ പതിവ്രതകളല്ലാത്ത കൊല്ലകളായ സ്ത്രീകളുമായി ഏകാന്തവാസം വരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരുമായി കളസംഭാഷണം ചെയ്യാൻ, രതിലീലകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, എന്തുകൊണ്ടാണ്? മനസ്സും ഇന്ദ്രിയങ്ങളും ആകർഷിക്കുന്നവർ. അവരെന്ത് ചെയ്യും? മായയിൽ അകപ്പെടുക തന്നെ ചെയ്യും. ഇനിയും ചിലപ്പോൾ അതായിരിക്കില്ല, അവ്യക്തമായി പറയുന്ന കുട്ടികളുടെ സംഭാഷണത്തിൽ ആകർഷമായിട്ടുണ്ട്. അത് കേട്ടുകൊണ്ട് ആ ഇന്ദ്രിയവും മനസ്സും ഒക്കെ അതിലേക്ക് വശീകരിക്കപ്പെട്ടു. അതിനുവേണ്ടി അനേകം കപട പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. നോക്കോളൂ, ഇങ്ങനെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടണമെങ്കിൽ എന്താണ്? നേരെ മാർഗത്തിന് ധനം സമ്പാദിച്ചാൽ പോരാ, കള്ളത്തരമായി ധാരാളം കാശുണ്ടാക്കിയിട്ട് വേണം ഇവരുമായിട്ട് ബന്ധപ്പെടാൻ. അപ്പൊ എന്ത് ചെയ്യും? ആ കൂടധർമ്മേഷു, കപടധർമ്മങ്ങളിൽ ആകർഷകരായിട്ട് തീർന്നിട്ട് എത്രയെത്ര ദുഷ്പ്രവൃത്തികളാണ് ചെയ്യുന്നത്. എത്ര കീർത്തിമാനാണ് താനെന്ന് അഭിമാനിച്ചാൽ പോലും വാസ്തവത്തിൽ തനിക്ക് പലപ്പോഴും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ ദുഃഖം സുഖം പോലെ തോന്നിക്കും. അതുകൊണ്ടാണ് ഇന്ന് കീർത്തി അനുഭവിക്കുന്ന, നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും സുഖമായി ഭൗതിക ലോകത്തിൽ വിരാജിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവര് എപ്പോഴും ദുഃഖിച്ചുകൊണ്ടായിരിക്കുന്നേ. പക്ഷെ ഈ ദുഃഖം അവരെന്ത് ചെയ്യും? സുഖം പോലെ അനുഭവിച്ചത്. പക്ഷെ അത് നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് അവരെന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. മറ്റുള്ളവരൊക്കെ ഇത് അവരെ ബോധ്യപ്പെടുത്താനും ഇതൊന്നും ഒരു ദുഃഖമായിട്ട് അവർ കാണത്തില്ല. സുഖ ആഭാസം പോലെ മാത്രമേ കാണത്തുള്ളൂ. ആ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗൃഹസ്ഥനെ വാസ്തവത്തിൽ ഒരിക്കലും സുഖമല്ല ഉണ്ടാവുക, ദുഃഖം മാത്രമാണ്. ഇതവൻ തിരിച്ചറിയുന്നില്ല. വീടുകളിൽ കപടതന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. ഓരോ നിമിഷവും ദുഃഖം അനുഭവിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൂടുക.
പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ ദുഃഖവും ഒരു സുഖമായി തന്നെ തോന്നിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ദുഃഖത്തിന്റെ പരിണതഫലമായി ഉണ്ടാക്കിയെടുക്കുന്ന കുറേ വസ്തുക്കൾ അനുഭവിക്കുന്തോറും ദുഃഖം കൂടുകയാണ്. അത് മറ്റു ദുഃഖത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. ഒരു ദുഃഖം മറ്റു ദുഃഖത്തെ പ്രസവിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അഫതീനം ച മായയാം രഹോചിത രഹോരചിത രചിതയാലാവേ ശിശൂനം കളഭാഷിണാം ഗൃഹേഷു ഗൂഢധർമ്മേഷു ദുഃഖതന്ത്രേഷ്വതന്ത്രിതാം കുർവൻ ദുഃഖപ്രതീഹാരം സുഖവൻ മന്യതേ ഗൃഹീം. അസതീനാം സ്ത്രീണാം രഹോരചിതയാ മായയാ കാളഭാഷിണാം ശിശൂനാം ആലാപൈഃ ആക്ഷിപ്ത ആത്മേന്ദ്രിയഃ ഗൂഢധർമ്മേഷു ദുഃഖതന്ത്രേഷു ഗൃഹേഷു അതന്ത്രിതഃ ദുഃഖപ്രതീഹാരം കുർവൻ ഗൃഹീ സുഖവത് മന്യതേ. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അസതീനം ച മായയാം രഹോരചിതയാലാപേ ശിശൂനം കളഭാഷിണാം ഗൃഹേഷു ഗൂഢധർമ്മേഷു ദുഃഖതന്ത്രേഷ്വതന്ത്രിതാം കുർവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അഫതീനം ച മായയാം രഹോരചിതയാലാപേ ശിശൂനം കളഭാഷിണാം ഗൃഹേഷു ഗൂഢധർമ്മേഷു ദുഃഖതന്ത്രേഷ്വതന്ത്രിതാം കുർവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ. അർത്ഥൈരാപാദിതേ ഗുർവ്യാം ഹിംസയേതസ്തതശ്ച താൻ പുഷ്ണാദി യേഷാം പോഷണേ ശേഷഭുഗ്യത്യഥ സ്വയം. അർത്ഥൈഃ ആപാദിതഗുർവ്യാം, അർത്ഥത്താൽ ധനങ്ങൾ കൊണ്ട് ആപാദിതം ഉണ്ടാക്കപ്പെട്ട സമ്പാദിക്കപ്പെട്ട ഗുർവ്യ മഹത്തായ ഗുരുവായ വലുത ഹിംസയാ ഹിംസ പരോപദ്രവം ഗുർവ്യ ഹിംസയ വലിയ പരോപദ്രവത്താൽ ആപാദിതൈ സമ്പാദിക്കപ്പെട്ട അർത്ഥൈ അർത്ഥങ്ങളാൽ. അർത്ഥം സമ്പാദിക്കുന്ന മുഴുവനും ധാർമ്മികമായ വഴി കൂടി മാത്രമാവണം എന്നില്ല. അവിടെ ഹിംസയുടെ ഒരു ചിന്ത ഉണ്ടാവും. ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലൽ മാത്രമല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചാലും മറ്റുള്ളവരിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആഗ്രഹിച്ചാലും മറ്റുള്ളവരിൽ ഇരിക്കുന്ന വസ്തുക്കൾ എൻ്റെ കീഴിൽ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചാലും ഇതൊക്കെ ഹിംസയുടെ വിഭാഗങ്ങളാണ്. അങ്ങനെ ആഗ്രഹിച്ചിട്ട് അതുകൊണ്ട് ധാരാളം ഭൗതിക പദാർത്ഥങ്ങൾ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇതഹ തതഹ അവിടെയും ഇവിടെയും നാലു ഭാഗത്തുമായിട്ട് ഹിംസ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഗുരുതരമായ അല്ലെങ്കിൽ വലിയ ഹിംസ കൊണ്ടുണ്ടാക്കിയ അർത്ഥങ്ങൾ കൊണ്ട് ആപാദിതരായി തീർന്നിട്ട് താൻ അവരെ പുഷ്ണാദി പരിപോഷിപ്പിക്കുന്നു. യേഷാം പോഷണി യാതൊരു വല്ല പോഷണത്തിൽ ശേഷഭുക്യാദി അഥസ്വയം. ശേഷഭുക് ഉച്ഛിഷ്ടം ഭുജിക്കുന്നവൻ, ശേഷം കഴിക്കുന്നവൻ, സ്വയം തന്നെത്താൻ അഥഹ യാതി നരകത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തിൽ മാത്രമല്ല ദുഃഖാനുഭവം, പിന്നെ എന്താണ്? നരകത്തിൽ ചെന്നാലും സ്വർഗത്തിൽ ചെന്നാലും ഏത് ലോകത്ത് ചെന്നാലും ഈ ദുഃഖം മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. ഏത് പ്രവൃത്തി ചെയ്താലും അതുകൊണ്ട് ധനം ഉണ്ടാകണം, കീർത്തി ഉണ്ടാകണം, രണ്ടാഗ്രഹമാണ് ഇന്ന് മനുഷ്യർക്ക്. നല്ലതായാലും കൊള്ളാം, ചീത്തയായാലും കൊള്ളാം.
ഏതൊക്കെ പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് ഉണ്ടാവേണ്ടത്, സമ്പാദിക്കേണ്ടത് ഈ രണ്ടാണ്. ഒന്ന് ധനം, പിന്നൊന്ന് കീർത്തി. അതിനുവേണ്ടിയാണ് യത്നിക്കുന്ന മുഴുവൻ. ധനം സമ്പാദിച്ചാൽ അതുകൊണ്ട് കീർത്തി ഉണ്ടാക്കാമെന്ന് വിചാരം. ധാരാളം ധനം വാരി എറിഞ്ഞിട്ട് യശഫ് കീർത്തി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ലോകത്ത് നടപ്പുള്ള ധർമ്മമര്യാദകളൊക്കെ മറന്നുകളയും, അല്ലെങ്കിൽ അതിലംഘിക്കും. ശാസ്ത്രം പഠിപ്പിച്ച വഴിയൂടെ പോവില്ല. അതിനെയൊക്കെ അതിക്രമിച്ചിട്ട് പരോപദ്രവം ധാരാളം ചെയ്ത് സമ്പാദിക്കുന്ന സമ്പത്ത്, ധനം, വീട്, ഭാര്യ, പുത്രന്മാർ, ഇതൊക്കെ ഇതിനെയൊക്കെ പുലർത്തുകയാണ് ചെയ്യുക. വീട് നന്നാക്കും, ധാരാളം കാശ് ലോണെടുത്ത് കടമെടുത്ത് വീട് നന്നാക്കും. ഈ ലോണെടുക്കലും കടമെടുക്കലും ഒക്കെ ഒരു വിധത്തിൽ ഹിംസയുടെ ഭാഗമാണ്. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. അങ്ങനെയാണ് വീടിനെ പരിപോഷിപ്പിക്കുക. വർഷം തോറും വീട് നന്നാക്കി മെയിൻ്റെനൻസ് ചെയ്ത് അതിനെ നന്നാക്കി വെക്കുക. വീടിനെ സംരക്ഷിക്കണം, പത്നിയെ സംരക്ഷിക്കണം, പുത്രന്മാരെ സംരക്ഷിക്കണം, ബന്ധുക്കളെ സംരക്ഷിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ പരോപദ്രവം ചെയ്ത് ധാരാളം ധനം സമ്പാദിച്ച് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ കഷ്ടപ്പെട്ട് കാശൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങളെയൊക്കെ എന്തിനാണ്? വളർത്താൻ വേണ്ടിയാണ്, ഈ വീട് നന്നാക്കാൻ വേണ്ടിയാണ് എന്നിങ്ങനെ ഓരോ സമയവും ഓരോന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ധനം ഉണ്ടാക്കും. ഇനി അതുകൊണ്ട് എന്തുണ്ടാവണം? ഈ കാശ് കൊണ്ട് കീർത്തി വേണം. അപ്പൊ എന്ത് ചെയ്യണം? ജനങ്ങൾ വിളിച്ചു പറയണം, ഇയാൾ ദാനശീലനാണ്, ഇയാൾ ഔദാര്യമുള്ളവനാണ്, ഇയാൾ കാരുണികനാണ്, ഇയാൾക്ക് ചെന്ന് എന്തിനു കഴിഞ്ഞിട്ടാലും ഇഷ്ടം പോലെ കിട്ടും എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കണം. അതിനുവേണ്ടി സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് കീർത്തിക്ക് വേണ്ടിയുള്ളത്. ഒക്കെയല്ലേ ഇന്ന് ഓരോ തരത്തിൽ ഭരണതലം മുതൽ ഇഞ്ഞ താഴേക്കിട വരെ നടന്നാലും ഇത് രണ്ട് ലക്ഷ്യമാണ് എല്ലാം. ഇത് കപിലൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത് അമ്മയ്ക്ക് വേണ്ടിയല്ല, ഏത് കാലത്തെയും ലോകത്തിൽ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് അവരെയൊക്കെ പരിപോഷിപ്പിക്കും. അതിൻ്റെ ഉച്ഛിഷ്ടം താനും അനുഭവിക്കും. അവരൊക്കെ അനുഭവിക്കുന്നതിൻ്റെ ഉച്ഛിഷ്ടം സുഖമായാലും ദുഃഖമായാലും പുണ്യമായാലും പാപമായാലും താൻ തന്നെ അനുഭവിക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി മരണാനന്തരം നമുക്ക് നരകം എന്ന സങ്കല്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് മരണാനന്തരമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്നതാണ് ഇതൊക്കെ. അവിടേക്ക് താൻ ഒറ്റയ്ക്കാണ് പോവുക. അപ്പൊ ഭാര്യയും മക്കളും സമ്പത്തും വീടൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഹാ കഷ്ടം ഏകോഗമിഷ്യാമി ദുഃഖേന ദൂരം കില. അപ്പോൾ ഈ പറയുന്നവരാരും സഹായത്തിന് കൂടെ ഉണ്ടാവില്ല. ധനം സഹായിക്കാൻ നേരം വരില്ല, പുത്രന്മാരുണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല. ഭാര്യ ബിഭ്യതി തസ്മിൻ കഴിയുന്ന ജീവൻ പോയിക്കഴിഞ്ഞാൽ ഇത്ര നാളും പ്രണയപ്പെട്ട് ഇഷ്ടപ്പെട്ട് കാത്തു സൂക്ഷിച്ച് രീതികൾ അനുഭവിച്ച് ഈ ശരീരത്തിൽ ജീവൻ പോയാൽ പിന്നെ ഭാര്യയ്ക്ക് പോലും പേടിയാണ്. ഭർത്താവിന്റെ മൃതദേഹത്തെ നോക്കുമ്പോൾ ഭയമാണ്. അപ്പം എന്താണ്, ഈ സഹായിക്കാൻ ഇവരാരും കൂടി ഉണ്ടാവില്ല, അവര് പോകും ഒപ്പത്തെ. ഗജേന്ദ്രന്റെ കഥ നമുക്കറിയാം. തന്നെ അതിൽ നിന്ന് പിടിച്ച് കരക്ക് കയറ്റാൻ ഈ കൂടെയുള്ള കൂട്ടാനകളും തൻ്റെ ഭാര്യമാരെന്ന് വിചാരിച്ച പിടിയാനകളും ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമൊക്കെ നോക്കിയിട്ട് അത് പോയി, പറ്റില്ല, ഞങ്ങളും കൂടി ഇതിനകത്ത് അകപ്പെടേണ്ട പൊക്കോട്ടെ വിചാരിച്ച അതെല്ലാം തിരിച്ചുപോയി. ഇങ്ങനെ ഭൗതിക ലോക ജീവിതത്തിൽ ഇവരൊന്നും കൂടെ നിന്ന് എപ്പോഴും നിൽക്കില്ല. അവരൊക്കെ എന്ത് ചെയ്യും? സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഒറ്റയ്ക്ക് ചിലപ്പോൾ പോകുന്ന നരകത്തിലായിരിക്കും. കാരണം എന്താണ്? ഇവിടെ ചെയ്തു കൂട്ടിയ ഹിംസകളുടെ പരിണതപരമായി അങ്ങോട്ടായിരിക്കും പോകേണ്ടി വരിക. തന്നെത്താൻ പോയി ഇത് മുഴുവൻ എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ ഈ കാലത്തിന്റെ മഹിമയിൽ ഓരോ നിമിഷവും മനുഷ്യന് ഓർമ്മയുണ്ടെങ്കിൽ ഒരിക്കലും നരകത്തിൽ പോകണ ആരും ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടില്ല. പക്ഷെ അത് വന്നു ചേരും.
അറിയാതെ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ പരിണതഫലമായി വന്നു. അതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് കപിലൻ ഓർമ്മിപ്പിക്കാം. അർത്ഥൈരാപാതിരേർ ദുർവ്യാം ഹിംസയേതസ്തതശ്ചതാൻ ഉഷ്ണാദി യേഷാം പോഷണേ ശേഷഭുഗ്യാത്യഥഫയം. ഇതഃ തതഃ ഗുർവ്യാ ഹിംസയാ ആപാദിതൈഃ അർത്ഥൈഃ താൻ ഉഷ്ണ യേഷാം പോഷണേ ശേഷഭുക് സ്വയം അഥഃ യാതി. അർത്ഥൈരാപാദിതേർഗുർവ്യാം ഹിംസേതസ്തതശ്ചതാൻ ഉഷ്ണാദി യേഷാം പോഷണേ ശേഷഭുഗ്യാത്യഥഫയം. അർത്ഥൈരാപാദിതേർഗുർവ്യാം ഹിംസേതസ്തതശ്ചതാൻ ഉഷ്ണാദി യേഷാം പോഷണേ ശേഷഭുഗ്യാത്യഥഫയം. ഇങ്ങനെ ഈ ഒരു അധ്യായം മുഴുവനും ഇങ്ങനെയുള്ള കുടുംബജീവിതം കൊണ്ട് അനുഭവിക്കേണ്ട വിഷമതകളെ കാലസ്വരൂപനായ ഈശ്വരനെ അറിയാതെ പോകുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കായതും നമുക്കിന്ന് ഉപസംഹരിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.